48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനത്തിന്റെ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിലപാട് വ്യക്തമാക്കാതെ ഇറാൻ. അമേരിക്ക കടുത്ത നടപടിയെ കടന്നാൽ നരകം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം അവസാനിക്കുന്നത് ഇറാൻ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതിനിടെ ഇറാൻ തകർത്ത US യുദ്ധവിമാനത്തിലെ പൈലറ്റിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഇറാനിൽ സർവകലാശാലയ്ക്കും പ്ലാന്റുകൾക്കും നേരെ സംയുക്ത സേനയുടെ ആക്രമണമുണ്ടായി. ഇറാൻ കുവൈറ്റിലേക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ സമാധാനം വേണമെന്ന ആവശ്യം പ്രധാനമായും മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പാകിസ്ഥാനാണ്. ആ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനൊപ്പമാണ് ഈ ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഹോർമുസുമായി ബന്ധപ്പെട്ട്. നാളെ ആ സമയം അവസാനിക്കുകയാണ്. നേരത്തെയും ഇത്തരം മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നമുക്കറിയാം, ഹോർമുസ് അതീവ ദുർഘടമാണ്. അവിടെ എങ്ങനെ ഇടപെടുക എന്നുള്ളത് അമേരിക്കയ്ക്ക് എളുപ്പമല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം അനുസരിച്ച് സമാധാനത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. രഞ്ജിത്ത്, ട്രംപിൻ്റെ അന്ത്യശാസനം 48 മണിക്കൂറാണ്. ആ സമയം കഴിയാൻ മണിക്കൂറുകളാണ് അവശേഷിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപാധികൾ അംഗീകരിക്കണമെന്ന കാര്യമാണ് ഈ മധ്യസ്ഥ ചർച്ചയിൽ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അമേരിക്കയുടെ തിട്ടൂരം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഇറാനുള്ളത്. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഇറാന് യോജിപ്പുണ്ട്. വെടിനിർത്തൽ എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. മധ്യസ്ഥ ചർച്ച പാകിസ്ഥാനുമായാണെങ്കിലും ഇപ്പോൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ചർച്ചകൾ എങ്ങും എത്താതെ പോകുന്നു. ഇറാൻ പ്രധാനമായും പറയുന്നത് അമേരിക്കയുടെ താല്പര്യം, ട്രംപിൻ്റെ താല്പര്യം ഹോർമൂസിൽ അധികാരം സ്ഥാപിക്കുക എന്നതാണ്. അവിടെ ഒരു കച്ചവട കണ്ണാണ് അമേരിക്കയ്ക്കുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ യുദ്ധം അകാരണമായി തുടങ്ങിയത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്ക തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളും വെല്ലുവിളി നടത്തുന്നുണ്ട്. നരകം സൃഷ്ടിക്കുമെന്ന് അമേരിക്കയും ഇറാനും പറയുന്നുണ്ട്. ഇറാനിലേക്ക് കടുത്ത ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിലേക്കും അതോടൊപ്പം തന്നെ അമേരിക്കയെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്കും അമേരിക്കയ്ക്ക് നിക്ഷേപമുള്ള കമ്പനികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ തന്നെ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങൾ അടക്കമുള്ളവയുണ്ട്. IT കമ്പനികളുണ്ട്. ഇതിലേക്കെല്ലാം തന്നെ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകും. തങ്ങളും നരകം സൃഷ്ടിക്കുമെന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് F-15 രണ്ട് വിമാനങ്ങൾ, US-ൻ്റെ വിമാനങ്ങൾ തകർന്നു വീണത്. ആ വിമാനത്തിലെ ഒരു പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. കുവൈറ്റ് മേഖലയിൽ ഈ പൈലറ്റ് പറന്നിറങ്ങി എന്നൊരു കണക്കുകൂട്ടലാണുള്ളത്. പക്ഷേ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. കുവൈറ്റിലും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ തന്നെ പരിശോധന നടത്താം. എന്നാൽ ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ദുഷ്കരമാണ്. കാരണം അവിടേക്ക് പോയ US-ൻ്റെ 2 ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്തു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തിരച്ചിൽ ദുഷ്കരമാണ്. ഈ പൈലറ്റിനെ കണ്ടെത്തുന്നവർക്ക് 68 ലക്ഷം രൂപ പാരിതോഷികം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജീവനോടെ പിടിക്കപ്പെട്ടാൽ ആ പൈലറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ IRGC ഉൾപ്പെടെ ഇറാൻ്റെ സേനാ വിഭാഗങ്ങൾക്ക് ചോർത്തിയെടുക്കാൻ കഴിയും. അവിടെയും അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. പൈലറ്റിനെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുകയോ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാനുള്ള ശ്രമമോ ഉണ്ടായാൽ ഇറാനെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ ഈ പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ദുഷ്കരമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില മാറ്റങ്ങൾ കൂടി നമുക്ക് ഇതോടൊപ്പം എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ ആർമി മേധാവി, ആർമി ജനറൽ റാൻഡി ജോർജിനെ ട്രംപ് മാറ്റിയിരിക്കുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ അങ്ങനെ സേനാ തലവനെ മാറ്റുന്ന ചരിത്രം അമേരിക്കയുടെ ചരിത്രത്തിലില്ല. അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, ഏതാണ്ട് അമേരിക്കയുടെ ഉന്നത ശ്രേണിയിലുള്ള സൈന്യവുമായി ബന്ധപ്പെട്ടും മറ്റ് ഭരണതലത്തിലും ഉൾപ്പെട്ട ഏതാണ്ട് 9ഓളം പ്രമുഖരെയാണ്, പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇത്തരത്തിൽ ട്രംപ് മാറ്റിയത്. അമേരിക്കയിലും വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവിടെ ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം നേരിടേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത ഹിതപരിശോധന വരുമ്പോൾ ആ തരത്തിൽ വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കാത്ത സാഹചര്യമോ ഉണ്ടാകുമോ എന്ന ആശങ്ക റിപ്പബ്ലിക്കൻസിനുണ്ട്. അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിന് എതിരെയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സെനറ്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നത് വളരെ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട
ചില കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ഇന്ധനവുമായി വന്ന കപ്പൽ ചൈനയിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇത് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അവശ്യ സാഹചര്യങ്ങളിൽ ഇങ്ങനെ കപ്പലുകൾ വഴിമാറാറുണ്ട് എന്ന ഒരു ഔദ്യോഗിക വിശദീകരണം വരുന്നുണ്ട്. മറ്റൊന്ന്, ഹോർമൂസ് കടന്ന് 2 കപ്പലുകൾ കൂടി, കൂടുതൽ കപ്പലുകൾ കഴിഞ്ഞ ദിവസം പുറപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്ക് ഏതാണ്ട് 15-ലധികം കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടന്ന കപ്പലുകളാണ്. ആ കപ്പലുകളെല്ലാം തന്നെ തീരത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. മംഗലൂരുവിലേക്ക് 44,000 ടൺ LPGയുമായി ഒരു കപ്പൽ കൂടി ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ തീരത്ത് എത്തി എന്ന ശുഭകരമായ വാർത്ത കൂടിയുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. ഏതായാലും നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിലേക്ക് കടന്ന് 8 ഇന്ത്യൻ കപ്പലുകൾ ഇതിനകം എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ കഴിഞ്ഞ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയ പശ്ചാത്തലം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ നേട്ടം. ഗ്രീൻ സാൻവിയാണ് ഹോർമുസിലൂടെ ഇന്ത്യയിലേക്ക് വന്ന 8ാമത്തെ കപ്പൽ. 2 കപ്പലുകൾ കൂടി LPGയുമായി ഉടൻ ഹോർമുസ് കടക്കും. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നിവയാണ് ഈ കപ്പലുകൾ. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാഡ്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടൈർ, BW എൽം എന്നിവയാണ് ഹോർമുസ് കടന്ന് ഇന്ത്യയിലേക്ക് എണ്ണയും LPGയുമായി വന്ന മറ്റ് കപ്പലുകൾ. ഏതാണ്ട് 485 ജീവനക്കാരുമായി 15-ലധികം ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്.